ഇനി അങ്ങോട്ട് പരീക്ഷണങ്ങൾ തന്നെയായിരിക്കും കേട്ടോ. എൻ്റെ ശരിക്കുള്ള പരീക്ഷണം ഞാൻ ഇതുവരേക്കും തുടങ്ങിയിട്ടില്ല. കാരണം നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് വേണം എൻ്റേതായിട്ടുള്ള പരീക്ഷണങ്ങൾ തുടങ്ങാനായിട്ട്. ഇങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷം ഉച്ചക്കലത്തേക്കുള്ള ലഞ്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നാട്ടിൽ നിന്ന് പോർക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. പോർക്കിൻ്റെ ഒരു 50% പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ വന്നിട്ട് ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മാത്രം മതി, വലിയ പണിയൊന്നുമില്ല. അപ്പോൾ ഇങ്ങനത്തെ എളുപ്പപ്പണികളൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് കഷ്ടപ്പെട്ട് പണിയെടുക്കാനായിട്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആദ്യമേ എൻ്റെ പരീക്ഷണങ്ങൾ ഇതുവരേക്കും തുടങ്ങിയിട്ടില്ല, ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം തുടങ്ങാനെന്ന്. സംഭവം കുക്ക് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര രസമാണ് കേട്ടോ. ടേസ്റ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെയും ഉണ്ടാക്കിയൊക്കെ കൊടുക്കാൻ തോന്നും. അപ്പം ഞാനാണെന്നുണ്ടെങ്കിൽ ദൈവമേ പണി പാളല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യണത് തന്നെ. കറിക്കുള്ള സാധനങ്ങളൊക്കെ ആദ്യമേ അരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ പിന്നെ എളുപ്പമാണല്ലോ. എന്തരിഞ്ഞാലും അപ്പം തന്നെ പോയി കൈ കഴുകണം, അല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു സ്വഭാവം എനിക്ക് മാത്രമൊന്നല്ല, ഒട്ടുമിക്ക ആളുകളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇട്ടോട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഇഞ്ചി, പച്ചമുളക്, അങ്ങനെ എല്ലാ സാധനങ്ങളൊക്കെ ഇട്ട് സവോള ഇട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ചാച്ചൻ വന്നിട്ട് പറഞ്ഞു, വേണ്ടി ചായ എടുത്ത് തരുമെന്ന് ചോദിച്ചു. ഓക്കെ, ചായ എടുത്ത് തരാം. നേരത്തെ ഞാൻ ചായ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അത് നല്ലോണം ചൂടാറിപ്പോയി. ചാച്ചന് ഒന്നാമത് ചൂടധികം വേണ്ട, എന്നാലും ഇത് പച്ചവെള്ളം പോലെയായി. പിന്നെ അതങ്ങ് ചൂടാക്കി 2 ബുൾസൈ അടിച്ച് ദോശയൊക്കെ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കൊടുത്തു കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും ഒരു മസാല കുത്തുണ്ടായിരുന്നു. അത് സാരില്ല, പയ്യെ അതൊക്കെ ശരിയായിക്കോളും. എന്നാലും വലിയ കുഴപ്പമില്ല കേട്ടോ, അത്യാവശ്യം ടേസ്റ്റൊക്കെ ഉണ്ട്. ചാച്ചനും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ചാച്ചനാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും മുഖത്ത് നോക്കി കാര്യം പറയും. എന്നാലും ഞാൻ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾ കഴിക്കുക, എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ആൾ പറഞ്ഞു തരുകയും ചെയ്യും. അതുകൊണ്ട് എന്ത് വേണമെങ്കിലും ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും. അങ്ങനെ കറിയുമായി ചോറും അടുപ്പത്തായി. ബാക്കി എന്താ, തുണി അലക്കാനിടാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ തുണി അലക്കാനിട്ടു. ഉണങ്ങിയ തുണി ഇതേ എടുത്തിട്ട് വന്ന് ഇനി മടക്കി വെക്കണം. ഇതാണ് ഏറ്റവും വലിയ ടാസ്ക്. ചോറുണ്ണലും കഴിഞ്ഞ് എന്നാൽ പിന്നെ വൈകുന്നേരത്തേക്കുള്ള പഴംപൊരിയും കൂടി സെറ്റാക്കി കഴിഞ്ഞാൽ വെറുതെ ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ച്. നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോൾ നല്ല നാടൻ പഴം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് പഴംപൊരി ഉണ്ടാക്കി. എല്ലാ പണിയും ഇങ്ങനെ ചടപടേന്ന് കഴിഞ്ഞിട്ട് വെറുത്തിരിക്കുമ്പോൾ കിട്ടണ ആ ഒരു സുഖം ഉണ്ടല്ലോ, ആഹാ. പിന്നെ പഴംപൊരിയും ചായയും കൂട്ടി ഒരു പിടിയും പിടിച്ച് കുറച്ച് നേരം ടി വിയും കണ്ടിരുന്നു. അപ്പോൾ അടുത്ത വിശേഷം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.